വർഷങ്ങളോളം ഒരു മഹല്ലിൽ ദീനീ സേവനം ചെയ്ത ഒരു ഉസ്താദ് തന്റെ ഭാഗത്ത് യാതൊരു തെറ്റില്ലാതിരുന്നിട്ടും അവിടുന്ന് പടിയിറങ്ങേണ്ടി വന്ന സാഹചര്യം. വെറും ഒരു ജോലി എന്നതിലുപരി ആ നാട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ദീൻ പഠിപ്പിച്ചു കൊടുത്ത ഒരു അധ്യാപകനെയാണ് യാതൊരു കാരണവുമില്ലാതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത്. അത് മാത്രമല്ല, ഈ ഉസ്താദിന് വലിയ വേദന നൽകിയത് ഉസ്താദിനെതിരെ എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് അദ്ദേഹത്തോട് നേരിട്ട് പറയാമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രായമായ ഉപ്പയെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ മകന് ജോലി ചെയ്യാൻ അത്ര മിടുക്കില്ല എന്ന് ആക്ഷേപിച്ചത് അങ്ങേയറ്റം ക്രൂരമായ ഒരു പെരുമാറ്റമാണ്. ഇത് കേട്ട് ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ല. തൻ്റെ മാതാപിതാക്കളുടെ സങ്കടമാണ് ഈ ഉസ്താദിനെ പൊതുവേദിയിൽ പൊട്ടിക്കരയിപ്പിച്ചത്. മതപണ്ഡിതന്മാരെയും ഖത്തീബുമാരെയും തങ്ങളുടെ കീഴിലുള്ള അടിമകളാക്കി കാണുന്ന ചില മഹല്ല് ഭാരവാഹികളുടെ മനോഭാവത്തെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിക്കണം. 10-12 വർഷം കഠിനമായി പഠിച്ച് ഇൽമ് നേടിയവരാണ് ഇല്ലാത്ത സാമ്പത്തിക ആരോപണങ്ങൾ ഉന്നയിച്ച് ഒരു മനുഷ്യനെ വാരി തേക്കുന്നത് വലിയ പാപമാണെന്ന് നാം മനസ്സിലാക്കണം. ഉസ്താദുമാർക്കും അന്തസ്സും അഭിമാനവുമുണ്ട്. അർഹിക്കുന്ന ബഹുമാനം ലഭിക്കാത്ത ഇടങ്ങളിൽ അടിമവേല ചെയ്യാൻ നിൽക്കരുത്. അള്ളാഹുവാണ് ഭക്ഷണം നൽകുന്നത് എന്ന വിശ്വാസത്തോടെ ഇസ്സത്തായി പടിയിറങ്ങാൻ പണ്ഡിതന്മാർ തയ്യാറാകണം. ഒരു ഉസ്താദ് പടിയിറങ്ങുമ്പോൾ അദ്ദേഹം ചെയ്ത സേവനങ്ങളെ വിലമതിക്കാനും സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനും മഹല്ലിലെ വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. പണ്ഡിതന്മാരെ ബഹുമാനിക്കുന്നത് അറിവിനെ ബഹുമാനിക്കലാണ്. അവരുടെ കണ്ണീര് വീഴാൻ കാരണമാകുന്നവർ വലിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഒരിക്കലും മറക്കാതിരിക്കുക. ഈ വിഷയം ഓരോ വിശ്വാസിയും കണ്ടിരിക്കേണ്ടതാണ്. അധികാരവും പണവും ഉണ്ടെന്ന് കരുതി പണ്ഡിതന്മാരെ അപമാനിക്കുന്നവർക്ക് ഇതൊരു പാഠമാകണം. ഉസ്താദുമാരുടെ കണ്ണീർ ഒപ്പാനും അവർക്ക് അർഹമായ സ്ഥാനം നൽകാനും നമുക്ക് സാധിക്കണം. ഒരു ഇൽമു പഠിച്ച മനുഷ്യൻ, അതല്ലെങ്കിൽ ഒരു ഇൽമു പഠിപ്പിക്കുന്ന മനുഷ്യനെ മുഖത്തടിക്കാൻ എങ്ങനെയാണ് ഇവിടുത്തെ ഭാരവാഹികൾക്ക് തോന്നിയത്? കൂടാതെ അദ്ദേഹത്തിന്റെ നെഞ്ചു നോക്കി മർദ്ദിക്കുകയും മൊബൈൽ ഫോൺ താഴേക്കെറിയുകയും ഇതൊന്നും കൂടാതെ അദ്ദേഹത്തെ മാരകമായ രീതിയിൽ തന്നെ മുറിവേൽപ്പിക്കുവാൻ വേണ്ടി താക്കോൽ കൂട്ടങ്ങളെടുത്ത് അദ്ദേഹത്തിന്റെ തലക്കടിക്കാൻ ശ്രമിച്ചതും വലിയ പാപം തന്നെയല്ലേ? ആ ഉസ്താദ് അത് തടുത്തില്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാകുമായിരുന്നു. എത്ര വലിയ ക്രൂരതയാണ് ഒരു ഉസ്താദിനോട് ചെയ്തത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആ ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ എന്താക്കി എന്നെ ഈ വീഡിയോ വെക്കാണല്ലോ, ഈ ആരെ വീഡിയോ വെക്കാൻ ഹംകെ, നിങ്ങളെ വീഡിയോ കണ്ടല്ലോ, അടി കണ്ടു. പിന്നെ ആരൊന്നും പിന്നെ എന്താ സംഭവിച്ചത്? ആ അടി ഇവർക്ക് കൊണ്ടു ഇങ്ങനെ വന്നു ഷർട്ട് കീറി, ഷർട്ടിന്റെ പോക്കറ്റിൽ കീറി വന്ന കാണിച്ചു തരാം.